നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈസ്റ്റർ ദിനാഘോഷത്തിലാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ മതവിശ്വാസികൾ. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നേരം പുലരും വരെ തുടർന്നു. എറണാകുളം തിരുവാങ്കുളം സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുകർമ്മങ്ങളിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികനായി, കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലും ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്കയിൽ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലും പാതിരാ കുർബാന ശുശ്രൂഷകൾക്ക് കാർമ്മികരായി. കൽദായ സുറിയാനി സഭ മാർത്ത് മറിയം വലിയ പള്ളിയിലെ പാതിരാ കുർബാനയിലും മാർ ഔഗിൻ കുര്യോക്കോസ് മെത്രാപൊലീത്തയും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനും, കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ ബിഷപ്പ് ഡോക്ടർ അബ്രോസ് പുത്തൻ വീട്ടിലും പാതിരാ കുർബാന ശുശ്രൂഷകൾക്ക് കാർമ്മികരായിരിക്കുകയാണ്. ഈസ്റ്റർ ആഘോഷത്തോടെ ക്രൈസ്തവ വിശ്വാസികളുടെ 50 നോമ്പിനാണ് സമാപനമായിരിക്കുന്നത്. ക്രിസ്തുവിന്റെ പീഡനാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ദുഃഖവള്ളി ആചരിച്ചു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നിരുന്നു. പ്രദക്ഷിണവും നഗരി കാണിക്കലും നടന്നു. ഏതായാലും വലിയ ആഘോഷമാണ് ഇന്ന് ക്രിസ്ത്യൻ മതവിശ്വാസികളെ സംബന്ധിച്ച്. ഈ ഒരു ദിവസത്തിലും പല രീതിയിലുള്ള ചർച്ചകളും ദുരൂഹതകളും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. ആദം ചെയ്ത ആദ്യ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനായി ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് മനുഷ്യരൂപം പൂണ്ട് യേശുവായി അവതരിച്ച് കുരിശുമരണം വരിച്ചെന്നാണ് ചില വിശ്വാസങ്ങൾ നിലനിൽക്കുന്നത്. ഏത് സമയത്തും ഏകനായ സത്യദൈവത്തോടുള്ള മാത്രം പ്രാർത്ഥിക്കുകയും ഏകദൈവത്തോട് പ്രാർത്ഥിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത യേശു ക്രിസ്തു ആക്രമികളുടെ കുതന്ത്രങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്കായി സർവശക്തനായ ദൈവത്തിന് മുന്നിൽ സാഷ്ടാംഗം ചെയ്ത് മനസ്സുരുകി പ്രാർത്ഥിച്ചതായും പ്രാർത്ഥനയുടെ ഫലമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നതായും ബൈബിളിലടക്കം പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണവും അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പും ഈസ്റ്റർ ആഘോഷത്തിലാണ് ക്രൈസ്തവർ. അതിനിടെയാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങളിൽ യേശുവിന്റെ മരണത്തിൽ പുതിയ സംശയങ്ങളും കഥകളും സജീവമാകുന്നത്. യേശുവിനെ യഹൂദ മതമേധാവികളുടെ നിർബന്ധപ്രകാരം കുറ്റമില്ലാത്തവനെന്ന് കണ്ടെത്തപ്പെട്ടിട്ടും കുരിശിൽ തൂക്കിക്കൊന്നു എന്നുള്ള രീതിയിലുള്ള പല ചർച്ചകളും ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഈസ്റ്റർ സമയത്തും ഇത്തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതേ തുടർന്ന് ശവശരീരം ഒരു കല്ലറയിൽ അടക്കം ചെയ്തു. താൻ മരിക്കുകയും മരണാനന്തരം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നും യേശു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ശിഷ്യന്മാർ യേശുവിന്റെ ശവശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാതിരിക്കേണ്ടതിന് കല്ലറയ്ക്ക് ചുറ്റും പട്ടാള കാവൽ ഏർപ്പെടുത്തി. പക്ഷേ യേശു ക്രിസ്തു കാവൽക്കാർ നോക്കി നിൽക്കെ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് യേശു ക്രിസ്തുവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരണം. എന്നാൽ കുരിശിൽ തറച്ചപ്പോൾ യേശു മരിച്ചില്ലെന്നും പിന്നീട് ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന വാദമാണ് ഇപ്പോൾ ചിലർ സജീവമാക്കുന്നത്. യേശുവിന്റെ കല്ലറയ്ക്ക് മുന്നിലെ കൂറ്റൻ കല്ല് നീങ്ങിയതിന് കാരണം ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തമാകുമെന്ന വാദവും ചർച്ചകളിലേക്ക് എത്തിക്കുകയാണ്. യേശുവിൻ്റെ ശരീരം ശിഷ്യന്മാർ മോഷ്ടിക്കാനുള്ള സാധ്യതയും പുതിയ വാദങ്ങൾ ഉയർത്തുന്നവർ തള്ളിക്കളയുന്നില്ല. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് വലിയ കുലുക്കമുണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ ഭൂകമ്പമായി കാണുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഏതായാലും പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഈ തിയറികൾ പതിവ് പോലെ ഈ ഈസ്റ്റർ ദിനത്തിലും നിറയുകയാണ്. അത് എല്ലാ തവണയും അത് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ചില ശാസ്ത്രജ്ഞർ യേശു യഥാർത്ഥത്തിൽ കുരിശിൽ മരിച്ചിട്ടില്ലെന്നാണ് വാദിക്കുന്നത്. ഇന്റർനാഷണൽ ജേണൽ ഫോർ ഫിലോസഫി ഓഫ് റിലീജിയനിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധത്തിൽ ഭൂഗർഭ ശാസ്ത്രജ്ഞനായ ലിയോനാർഡ് ഇർവിൻ ഐസൻബർഗ് മയക്കം സിദ്ധാന്തം എന്ന തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. യേശു കുരിശിൽ ബോധരഹിതനായി വീണുവെന്നും തെറ്റായി മരിച്ചതായി പ്രഖ്യാപിച്ചതിനു ശേഷം കല്ലറയിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് ഐസൻബർഗ് അവകാശപ്പെടുന്നത്. യേശു കുരിശിൽ ബോധരഹിതനായി കല്ലറയിൽ സുഖം പ്രാപിച്ചു എന്നതാണ് തിയറി. ഇങ്ങനെ വിശ്വാസികളെ വെല്ലുവിളിക്കുന്നതാണ് കഥകൾ. ഡെയിലി മെയിൽ അടക്കം ഇത്തരം വാർത്തകൾ നൽകുന്നു എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ വിശ്വാസ സമൂഹം ഈ വാദങ്ങളെല്ലാം തള്ളുകയാണ്. യേശുവിന്റെ മഹത്വത്തെ തകർക്കാനാണ് ഇത്തരം ഗൂഢ തിയറികളെന്നും അവർ വിശദീകരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ശേഷമുള്ള ശരീരവും ഉടമ്പടി പെട്ടകവും ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന അവകാശവാദവുമായി ശാസ്ത്രജ്ഞർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. 2 ചരിത്രപരമായ പുരാവസ്തുക്കളും പിരമിഡിനുള്ളിലെ രഹസ്യ അറയായ കേവ് ഓഫ് ദി പാത്രിയാർക്സിലാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്നാണ് ബ്രിട്ടീഷ് നരവംശ ശാസ്ത്രജ്ഞനായ ഡോക്ടർ വാർണർ പറയുന്നത്. ക്രിസ്തുവിന്റെ ശവക്കല്ലറയും ഉടമ്പടി പെട്ടകവും ഒരു വലിയ കൽക്കട്ട കൊണ്ട് അടച്ചിരിക്കുന്ന ഇരട്ട ഗുഹയ്ക്കുള്ളിലാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്നാണ് വാർണർ പറയുന്നത്.
സദേൺ പാസേജ് വേ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക തുരങ്കത്തിനടുത്താണ് ഈ ഗുഹ. തുരങ്കത്തിന്റെ അവസാന ഭാഗത്തെ കൽക്കട്ട അതിന്റെ ഘടന അവസാനിക്കുന്നിടത്തല്ലെന്നും വാർണർ ചൂണ്ടിക്കാട്ടി. വർഷങ്ങളുടെ തന്റെ സർവേയിൽ ഈ പോയിന്റിനപ്പുറത്തേക്ക് മനുഷ്യനിർമ്മിത ഘടനകളുടെ സാന്നിധ്യം കണ്ടെത്തിയതായി വാർണർ അവകാശപ്പെടുന്നു. പിരമിഡിനുള്ളിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് വാർണർക്ക് ഉറപ്പുള്ളത്. യേശുക്രിസ്തുവിന്റെ ശവക്കല്ലറയും ഉടമ്പടി പട്ടകവുമാണ് പിരമിഡിനുള്ളിൽ മറഞ്ഞിട്ടുള്ളതെന്നാണ് വാർണർ അവകാശപ്പെടുന്നത്. ഇതിൽ രണ്ടാമത്തേത് പവിത്രമായ സ്വർണം പൂശിയ ഒരു മരപ്പെട്ടിയാണ്. ക്രിസ്തുമതത്തിലും ജൂതമതത്തിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ളതും ദൈവം മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകൾ വഹിക്കുന്നതാണെന്ന് പറയപ്പെടുന്നതുമായ പെട്ടിയാണത്. അതായത് യേശുവിന്റെ മരണത്തിലെ തിയറികൾ ഇപ്പോഴും കുറവില്ലാതെ തുടരുകയാണ്. അതിനിടയിലും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും ഉയർപ്പ് ശുശ്രൂഷകളും നടന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവ്യസ്മരണയിലാണ് ലോകം. യേശു കുരിശിൽ മരിച്ച ദിനത്തെയാണ് ലോകമെമ്പാടുള്ള ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളിയായി ആചരിക്കുന്നത്. ഈ ദിവസത്തിൽ യേശുക്രിസ്തുവിന്റെ പീഡന സഹനത്തെയും കാൽവരി മലയിലെ കുരിശുമരണത്തെയും ക്രൈസ്തവർ അനുസ്മരിക്കുന്നു. യേശു ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിച്ച് അവരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹ വ്യാഴത്തിന് ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങി യേശു കുരിശിൽ മരിച്ച ദിനമാണ് ദുഃഖവെള്ളിയായി ആചരിക്കുന്നത്. ക്രിസ്തുമതത്തിന്റെ ആരംഭകാലത്ത് ക്രിസ്തുവിന്റെ മരണത്തെക്കാൾ ഏറെ ഉയർത്തെഴുന്നേൽപ്പാണ് ഭക്തി പുരസ്സരം അനുസ്മരിക്കപ്പെട്ടിരുന്നത്. എന്നാൽ AD 2-ാം ശതകത്തിൽ യേശു ക്രിസ്തു കല്ലറയ്ക്കുള്ളിൽ കഴിഞ്ഞ 40 മണിക്കൂറുകളുടെ ഓർമ്മയ്ക്കായി ക്രൈസ്തവർ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. AD 3-ാം ശതകത്തിൽ ഈസ്റ്റർ ആഘോഷം വെള്ളിയാഴ്ച ആരംഭിക്കുന്ന പതിവ് നിലവിൽ വന്നു. 6-ാം ശതകം വരെ റോമിൽ വളരെ ലളിതമായ ചടങ്ങുകളോടെയാണ് ദുഃഖവെള്ളിയാഴ്ച ആചരിച്ചിരുന്നത്. ബൈബിൾ വായനയും പ്രാർത്ഥനയും മാത്രമാണ് ഈ ചടങ്ങുകളിൽ നടന്നിരുന്നത്. ആദിമ ക്രൈസ്തവരുടെ കാലം മുതൽ തന്നെ ദുഃഖവെള്ളി ആചരിച്ചു പോന്നിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. AD 4-ാം ശതകത്തിൽ ജെറുസലേമിലെ ക്രൈസ്തവർ ദുഃഖവെള്ളിയാഴ്ച ദിവസം രാവിലെ കാൽവരിയിൽ എത്തുകയും പീഡനാനുഭവ വിവരണം ശ്രവിക്കുകയും ചെയ്തിരുന്നു. യേശുദേവൻ മരണം വരിച്ചതെന്ന് കരുതപ്പെടുന്ന കുരിശിന്റെ അവശിഷ്ടത്തിൽ വിശ്വാസികൾ ചുംബിക്കുകയും മൗന പ്രാർത്ഥന നടത്തുകയും പതിവാക്കി. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ ഇവർ വീണ്ടും കാൽവരിയിൽ സമ്മേളിക്കുകയും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ നിന്ന് കുരിശുമരണത്തെ സംബന്ധിക്കുന്ന ഭാഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ട സങ്കീർത്തനങ്ങളും വായിച്ചു കേൾക്കുകയും ചെയ്തു വന്നു. 7-ാം ശതകത്തോടുകൂടി ജെറുസലേമിലെ ആചാരങ്ങൾ റോമിലും നടപ്പാക്കപ്പെട്ടു. 118-ാം സങ്കീർത്തനം പാടുന്ന വേളയിൽ വിശുദ്ധ കുരിശിന്റെ അവശിഷ്ടം ഘോഷയാത്രയായി ബസിലിക്കയിലേക്ക് കൊണ്ടുപോകുന്ന പതിവ് നിലനിന്നിരുന്നു. ഇപ്രകാരം വിശുദ്ധ കുരിശിനെ ആരാധിക്കുന്ന പതിവ് മറ്റ് ദേശങ്ങളിലേക്കും പ്രചരിച്ചു. കുരിശു കുമ്പിടിൽ എന്നറിയപ്പെടുന്ന ഈ ആചാരത്തിന് ലത്തീൻ ആരാധനക്രമത്തിൽ ഇന്നും വളരെ പ്രാധാന്യമുണ്ട്. ചില കത്തോലിക്ക ദേവാലയങ്ങളിൽ വിശുദ്ധ കുരിശിന്റെ അവശിഷ്ടം സൂക്ഷിച്ചിട്ടില്ലാത്തതിനാൽ സാധാരണ മരക്കുരിശാണ് കുമ്പിടിലിനായി ഉപയോഗിച്ചിരുന്നത്. ക്രൂശിതനായ യേശുവിന് കുടിക്കാൻ പുളിച്ച വീഞ്ഞ് നൽകിയതിന്റെ ഓർമ്മയ്ക്കായി വിശ്വാസികൾ കയ്പ് വെള്ളം കുടിക്കുന്ന പതിവുമുണ്ടായിരുന്നു. ക്രമേണ ദുഃഖവെള്ളിയാഴ്ച ചടങ്ങുകളുടെ വൈവിധ്യം വർദ്ധിച്ചു. പുരാതന കാലത്ത് ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ച ദിവസം ശുശ്രൂഷ നടത്തുന്ന പതിവില്ലായിരുന്നു. AD 8-ാം ശതകത്തോടുകൂടി അന്നേ ദിവസം കുർബാന സ്വീകരിക്കുവാൻ തൽപരരായ വ്യക്തികൾക്ക് അതിനുള്ള അനുവാദം ലഭിച്ചു. പിൽക്കാലത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം കുർബാന കൊള്ളുവാൻ അനുവദിക്കുന്ന രീതിയും ആരംഭിച്ചു. മധ്യകാലഘട്ടത്തിൽ പുരോഹിതൻ കുർബാന സ്വീകരിക്കുകയും ദിവ്യബലി പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം അർപ്പിക്കുകയും ചെയ്യുന്ന പതിവും നിലവിൽ വന്നു. ക്രമേണ ബൈബിൾ പാരായണം, പ്രാർത്ഥന, കുരിശുകുമ്പിടൽ, പ്രത്യേക ശുശ്രൂഷ തുടങ്ങിയവയെല്ലാം ദുഃഖവെള്ളിയാഴ്ച രാവിലെ നടത്തി തുടങ്ങി. AD 16-ാം ശതകത്തോടു കൂടി കുരിശിന്റെ വഴി ആസ്പദമാക്കിയിട്ടുള്ള ധ്യാനവും ക്രിസ്തുവിന്റെ അന്ത്യവചനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള 3 മണിക്കൂർ ആരാധനയും ആരംഭിച്ചു. ക്രിസ്തുവിന്റെ അന്ത്യവചനത്തെ ആസ്പദമാക്കിയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രൊട്ടസ്റ്റന്റ് ദേവാലയങ്ങളിൽ വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. സാധാരണയായി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്ന പതിവ് സാധാരണമാണ്. ഉച്ചയ്ക്ക് പള്ളിമണികൾ മുഴങ്ങുന്നതോടെ പ്രത്യേക ശുശ്രൂഷ ആരംഭിക്കുന്നു. സ്തോത്രങ്ങൾ, ഉപക്രമ പ്രസംഗം, ലഘുപ്രാർത്ഥന എന്നിവയോടുകൂടിയാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. സ്തോത്രങ്ങൾക്ക് ശേഷം സുവിശേഷ വായനയും നടക്കുന്നു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന അർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന യേശു ക്രിസ്തുവിൻ്റെ അന്ത്യവചനത്തിലെ ഓരോ വാക്കും കേന്ദ്രീകരിച്ച് പ്രസംഗങ്ങളും പ്രാർത്ഥനയും നടക്കുന്നു. ഓരോ വാക്കിനെ ചൊല്ലിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷവും അല്പനേരം മൗനമാചരിക്കുന്നു. ഒരു വാക്കിനായി ഉദ്ദേശം 20 മിനിറ്റ് സമയം നീക്കിവെക്കുന്നു. 3 മണിയോടുകൂടി ശുശ്രൂഷ അവസാനിക്കുന്നു. ഏതായാലും ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഈസ്റ്റർ ദിനാഘോഷത്തിലാണ്.